അയ്യ വണക്കം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ ലോകം അംഗീകരിക്കില്ലടാ. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി എന്ന് കല്യാണ രാമല്ല പ്യാരി പറയുന്നത് പോലെയാണ് എനിക്ക് നമ്മുടെ കമ്മി കൊങ്ങി സുഡാപ്പികളോട് പറയാനുള്ളത്. അതായത് എടാ, നീയൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തേഞ്ഞ് പണ്ടാരമടങ്ങി പോകുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒന്നും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല എന്നുള്ളതാണ്. സംഭവം മനസ്സിലായി കാണുമല്ലോ. എപ്സ്റ്റീൻ ഫയൽസ്. തമ്പി, രണ്ട് ചെയറെടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് ഇടുക. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാമെന്ന് പറയുന്നത് പോലെ നമുക്ക് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ്? നരേന്ദ്രമോദി അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിട്ടത് തന്നെ എപ്സ്റ്റീൻ ഫയൽസ് ഡൊണാൾഡ് ട്രംപ് പുറത്തു വിടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികളെല്ലാം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇവന്മാർ ഈ അലവലാദികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സുഡാപ്പികളും മറ്റേ ലവന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഇവന്മാർക്ക് ഇനി സത്യം എന്താണെന്ന് പുറത്തു വന്നാൽ ഇവന്മാർ ഈ ചർവിത ചർവണം പോലെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ 15 ലക്ഷം രൂപ നരേന്ദ്രമോദി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവന്മാർ ഇപ്പോഴും പറയുന്നുണ്ട്. എടേ, അതങ്ങനെയല്ല എന്ന് നമ്മുടെ മൊട്ട എണ്ണം വരെ മാറ്റി പറഞ്ഞു. എന്നിട്ട് പോലും ഇവന്മാർ അതിൽ നിന്ന് മാറാനായിട്ട് തയ്യാറല്ല. എടാ പോയടാ, നിന്റെയൊക്കെ കയ്യിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണം പോയി, അത് മനസ്സിലാക്കണം. ഇനി കിട്ടാനൊട്ട് സാധ്യതയില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുക? ചേഞ്ച് യുവർ സെൽഫ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഉത്തരേന്ത്യയിലെ സുഡാപ്പികളെ നോക്ക്. ഇപ്പൊ BJP ഷാളും കഴുത്തിൽ ഇട്ടുകൊണ്ട് ED പേടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ച കളർ പോലും അല്ലേ ഇപ്പൊ ഹോളിയിൽ അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അവർ കാവി കളറാണ് ഹോളിയിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും അതൊക്കെ പോട്ടെ. നമ്മുടെ ഈ എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അതും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ തുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിനകത്തുണ്ട്. അത് എന്തെന്ന് പോലും എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത കുറെ എണ്ണമാണ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീനുമായിട്ട് മോദി നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നൊക്കെയാണ് അവന്മാർ പറയുന്നത്. എടാ, അങ്ങനെ ചത്ത്. ആദ്യം അത് മനസ്സിലാക്കുക. എപ്സ്റ്റീൻ എന്ന് പറയുന്നവൻ ചത്ത്. അവനൊരു ലോക ക്രിമിനലായിരുന്നു, കൊടും കുറ്റവാളിയായിരുന്നു, ഒരു പിഡോഫൈലായിരുന്നു. അതായത് കൊച്ചുകുട്ടികളിൽ രതിവൈകൃതം കണ്ടെത്തുന്ന ഒരുത്തനാണ് ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. ഇവനൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലോട്ട് ഇവൻ വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിക്കും. ഡൊണാൾഡ് ട്രംപിനെ വിളിക്കും, പിന്നെ നമ്മുടെ ബിൽ ഗേറ്റ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെയൊക്കെ എന്ത് ചെയ്യും? കൊച്ചുകുട്ടികളെ അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഇവൻ എടുത്തു വയ്ക്കും. ഇതാണ് എപ്സ്റ്റീൻ എന്ന് പറയുന്നവൻ്റെ വിനോദം എന്ന് പറയുന്നത്. പിന്നെ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന് 2 മണിക്കൂറിൽ കൂടുതൽ ഇജാക്കുലേഷൻ ചെയ്യാതെ നിൽക്കാൻ സാധിക്കില്ല എന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത്, അതായത് ഈ എപ്സ്റ്റീൻ ഫയൽസിനകത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെ കിടന്ന് ആക്രോശിക്കുന്നത്. എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസിനകത്ത് നരേന്ദ്രമോദിയുടെ പേര് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അതിനകത്ത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോട്ടോ ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് പല സ്ത്രീകളെയും കെട്ടിപ്പിടിക്കുന്നതും ബിൽ ഗേറ്റ്സ് ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പം നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. നരേന്ദ്രമോദിയുടെ കിട്ടാൻ വകുപ്പില്ല. വേണമെങ്കിൽ അമിത്ഷായുടെ ഒരു കുളിസീൻ തരാം. എന്താണ്ട് ഇത് വേണമെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിനകത്ത്, ഇനി വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. യോഗി ആദിത്യനാഥിൻ്റെ വേറെ ഉണ്ട്. വേണോ? പിന്നെ ഇന്ത്യയിലുള്ള സകലമാന സന്യാസിമാരും കുംഭമേളയെ കിടന്ന് അർമാദിക്കുന്ന സീന് വേറെയുണ്ട്. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. കൂട്ടക്കുളി എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പം നിന്റെയൊക്കെ കൂട്ട പെലവിളി എന്ന് പറഞ്ഞ് അവന്മാർ ഇങ്ങോട്ട് തിരിച്ച് വല്ലതൊക്കെ അടിച്ചു തരും. എന്ത് തന്നെയായിരുന്നാലും ഈ എപ്സ്റ്റീൻ ഫയൽസിനകത്ത് നരേന്ദ്രമോദിയെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്താണ്? ഒരു മെയിലാണ് ഇവൻ പുറത്തു വിട്ടിരിക്കുന്നത്. ഇവൻ ഈ മെയിൽ പുറത്തു വിട്ടിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി പോയി കണ്ടത്. എന്നിട്ട് അവിടെ കിടന്ന് ഡാൻസും പാട്ടും കൂത്തും ഒരു രക്ഷയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിഷ്വലാണെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണമല്ലോ. ആ വിഷ്വൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതായത് ഇസ്രായേലിൽ പോയി നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിഷ്വല്, അവിടുത്തെ സാംസ്കാരിക ചടങ്ങിൽ പങ്കെടുത്ത് ആ സാംസ്കാരിക ചടങ്ങിൽ നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വിഷ്വലുണ്ട്. ആ വിഷ്വൽ യൂട്യൂബിനകത്ത്. ഇനി അത് കണ്ടാലും യുവമാർ പറയും AI, ഇത് AI ആണ്, A1 എന്ന് കേട്ടിട്ടുണ്ടോ നീയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ള വിവരം കിട്ടവന്മാരാണ് യുവമാരെ. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും മനസ്സിലാകുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ. അങ്ങനെ ഈ എപ്സ്റ്റീൻ പറഞ്ഞ ഈ കാര്യം അത് പൊളിഞ്ഞടുങ്ങി പണ്ടാരമടങ്ങിപ്പോയി. അതാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ മാതിരി കൊണ്ടുവരില്ല. പിന്നെ ഈ കമ്മിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവന്മാർ ഇതിൻ്റെ അകത്തോട്ട് കടക്കില്ല. ഈ മോദിയെക്കുറിച്ച് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവന്മാരുടെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ് അതിൻ്റെ അകത്തോട്ട് കടക്കില്ല, പുറമേ നിന്ന് പറയും. നരേന്ദ്രമോദിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിലുണ്ട് കേട്ടോ. എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരുടെ സംഭവം പുറത്തുവിടുന്ന സാധനമാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഇത്രയും പറഞ്ഞു നിർത്തും. ബാക്കി പറയൂല. ബാക്കി പറഞ്ഞ തീന്നും. അതുകൊണ്ട് തന്നെ ഈ എപ്സ്റ്റീൻ ഫയൽസ് ഉണ്ടല്ലോ, അതിനകത്ത് മോദിയുടെ പേര് വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതാണ് ഇവരുടെ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസിനകത്ത് പേരുള്ള വേറൊരു മഹാനും കൂടെ ഉണ്ട്. ആ മഹാന്റെ പേരാണ്
ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോരട്ടെ, അത് തന്നെ രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, മോദിയുടെ താടി എത്ര സെന്റിമീറ്റർ വളരുന്നു, മോദി ഇടുന്ന ചെരുപ്പ് ഏതാണ്, കഴിക്കുന്ന ഭക്ഷണം ഏതാണ്, മോദി തല ചീകുന്ന ചീപ്പ് ഏതാണ്, മോദി ഇരിക്കുന്ന കസേരയുടെ നിറം എന്താണ്, മോദി ഇരിക്കുന്ന കസേരയ്ക്ക് എന്ത് വിലയാണ്, മോദി ഇടുന്ന ഷഡ്ഡി ഏതാണ്, ഏത് കളറാണ്, ഷഡ്ഡിക്ക് എത്ര വിലയുണ്ട്, ആ ഷഡ്ഡി സ്വർണ്ണ നൂലുകളിൽ തീർത്തതാണോ എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ഗൂഢാംഗമായിട്ടുള്ള അന്വേഷണം. മോദിയെ ഇങ്ങനെ 24/7 ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ സുഡാപ്പികളും കമ്മികളും എന്ന് പറയുന്നത്. പക്ഷെ ഓഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു മനുഷ്യനുണ്ട്, രാഹുൽ ഗാന്ധി. നിന്ന നിപ്പിൽ അപ്രത്യക്ഷവും എവിടെ പോയോ എന്ത് പോയോ ആർക്കും അറിഞ്ഞൂടെ. അവസാനം രാഹുൽ ഗാന്ധിക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ട ആൾക്കാർ വന്ന് സ്പീക്കറോട് പറഞ്ഞു, ഇത് ശരിയാവില്ല സാർ, ഇത് ശരിയാവില്ല. കാരണം നമ്മൾ എത്ര പഴുതൽ അടച്ച സുരക്ഷ ഇട്ടിട്ടും എവിടെ പോണാന്തോ ഏത് പോണാന്തോ, ഇനി വല്ല അണ്ടർഗ്രൗണ്ട് വഴി ഇറങ്ങിപ്പോണാണ് പാതിരാത്രി കയറി വരണതാണ്. ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിലുണ്ട്. ഈ എപ്സ്റ്റീൻ ഫയൽസിലുണ്ടെന്ന് വെറുതെ പറയുന്നില്ല, വേണ്ടേ, ഇതാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത്. ഇനി രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇതല്ല, അങ്ങനെ വിചാരിക്കല്ലേ നിങ്ങൾ. അപ്പടിത്താണ് യോസിച്ചേ, ഇതല്ല. നിങ്ങൾ യോസിച്ചതിൽ തപ്പ് കിടയാത്, ஆனால் ഇതല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത്, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഭൂലോക കിഴങ്ങനാണ് എന്നാണ് എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത്. അങ്ങനെ ഒരു അംഗീകാരം രാഹുൽ ഗാന്ധിക്ക് എപ്സ്റ്റീൻ ഫയൽ വഴി കിട്ടിയിട്ടുണ്ട്. It was profoundly depressing to see party hacks raising slogans after their defeat in favor of Priyanka Gandhi, sister of Rahul Gandhi, the man who has his son. Rahul Gandhi represents the family's nodder. He has nothing on his curriculum vitae that is not family inheritance. There has never been a contrast as great between two contending Indian leaders as there was between Modi and Rahul Gandhi എന്നാണ് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത്. അതായത് എവന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ആകപ്പാടെ ഉള്ളത് ഈ ഒരു പാരമ്പര്യം മാത്രമാണ്. അപ്പൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞൊരു തഴമ്പ് മാത്രമാണ് ഇവന്റെ കയ്യിലുള്ളത്. അല്ലാതെ വേറൊന്നും തന്നെ ഇയാളുടെ കയ്യിൽ അവകാശപ്പെടാനൊന്നുമില്ല. നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല എന്നാണ് എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു തരാം. രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി പാർട്ടി ഹാക്കുകൾ അവരുടെ പരാജയത്തിന് ശേഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് കാണുന്നത് അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ താഴ്ന്ന നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നു. എങ്ങനെ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസിന്റെ താഴ്ന്ന നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. കുടുംബ പാരമ്പര്യമില്ലാതെ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കരിക്കുലം വിറ്റയിലില്ല. മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ മത്സരിക്കുന്ന രണ്ട് ഇന്ത്യൻ നേതാക്കൾക്കിടയിൽ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഡാറ്റ സെറ്റ് 10. രാഹുൽ ഗാന്ധി ഓഫ് കോൺഗ്രസ് in the end proved to be a hopeless amateur, poorly advised without even decent media management skills or the ability to present എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവം? കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി ഒടുവിൽ ഒരു നിരാശാജനകമായിട്ടുള്ള അമച്വറാണെന്ന് തെളിയിച്ചു. നല്ല മാധ്യമ മാനേജ് കഴിവുകളോ അവതരണ കഴിവുകളോ പോലുമില്ലാത്ത മോശമായി ഉപദേശിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത്. ഭൂലോക കിഴങ്ങനായിരുന്നു എന്ന് നമുക്ക് ഇത്രയും വലിയ കാര്യത്തിന് ചുരുക്കി പറയാം. ഇനി അടുത്തെന്താണ് പറയുന്നത്? ഡാറ്റ സെറ്റ് 9. After GSU and Cyrus have cleared their CDS positions and no longer have the incentive to support the company with as much determination and creativity, Rahul Gandhi, an analyst to research firm Credit Science, said in March 2016. എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും, എന്താണോ എന്തോ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും ആ സംഭവം എന്ന് പറയുന്നത് GSOയും സൈറസും അവരുടെ CDS സ്ഥാപനങ്ങൾ ക്ലിയർ ചെയ്തതിനു ശേഷം കമ്പനി അത്രയ്ക്കും ദൃഢനിശ്ചയത്തോടെ സർഗാത്മകതയോടെയും പിന്തുണയ്ക്കാൻ ഇനി പ്രോത്സാഹനമില്ല. രാഹുൽ ഗാന്ധി ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ക്രെഡിറ്റ് സൈറ്റിലെ വിശകലന വിദഗ്ധനായ ഗാന്ധി 2016 മാർച്ചിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്താണ് കിടിലം. രാഹുൽ ഗാന്ധി on Congress in the end proved to be a hopeless amateur, poorly advised, even decent media management skills, ability to press എന്നാണ് പറയുന്നത്. അതായത് കിഴങ്ങനാണ് എന്നാണ് ഈ എപ്സ്റ്റീൻ ഫയൽസിലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി, നിങ്ങൾ ശ്രദ്ധിച്ച രാഹുൽ ഗാന്ധി എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരിടത്തും രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. 4 Stars of Destiny എന്ന് പറയുന്ന നമ്മുടെ മുകുന്ദ് നരവാനയുടെ ഒരു പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരൊക്കെ എപ്സ്റ്റീൻ ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയട്ടെ, മുണ്ടൂരി തലയെ കെട്ടണ്ടേ, കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ നടക്കണ്ടേ, ഒന്നും ചെയ്തിട്ടില്ല. ഇനി വിദേശത്തൊക്കെ രാഹുൽ ഗാന്ധി പോകുന്നുണ്ട്, ചിലപ്പോൾ ആ പേടിയിലൊന്നും ആയിരിക്കാം. എന്ത് തന്നെയാണെന്നാലും ഇതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്ത സുഡാപ്പികളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഞാനായിട്ട് പറയുന്നില്ല, ഒരു റിപ്പോർട്ട് കാണിച്ചതാണ്. ഇതാണ് ആ റിപ്പോർട്ട്. ഈ എപ്സ്റ്റീൻ കുറ്റകൃത്യങ്ങളൊക്കെ നടത്തുന്ന ആ ദ്വീപിലേക്ക് കാബ ഉണ്ടല്ലോ, അതായത് മുസ്ലിങ്ങളുടെ ഏറ്റവും പരിഭാവനമായിട്ട് കാണുന്ന ആ പുണ്യസ്ഥലത്തിലെ കാബയിലെ കസ്വ എന്ന് പറയുന്ന ഏറ്റവും വലിയ പരിഭാവനമായിട്ടുള്ള തുണി പോയിട്ടുണ്ട്. എന്തിനു പോയി? ആര് കൊടുത്തയച്ചു? എങ്ങനെ കൊടുത്തയച്ചു? സൗദി ഭരണകൂടം അറിയാതെ ഇത് അങ്ങോട്ട് പോകുമോ? പറ.
വിധിവെട്ടി അണ്ണാക്കിലെ വിധിവെട്ടി. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതറിയാതെ പോകുമോ? ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഇത് എപ്സ്റ്റീൻ ഫയൽസിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആ വാർത്ത ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു. സംഭവം ലൈംഗിക കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട ജെഫ്രി എപ്സ്റ്റീൻ കബയെ മൂടിയിരിക്കുന്ന പുണ്യവസ്ത്രം വാങ്ങിയതായി പുതിയതായി പുറത്തിറങ്ങിയ ഫയലുകൾ പറയുന്നു. മക്കയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് 3 ഫ്രെയിം ചെയ്ത കഷ്ണങ്ങൾ കയറ്റി അയച്ചതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഇമെയിലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. സൗദി അറേബ്യയിലെ ഇസ്ലാമിന്റെ ഏറ്റവും പുണ്യസ്ഥലമായ കബ കിസ്വ അല്ലെങ്കിൽ കറുത്ത സ്വർണ്ണത്തിൽ എംബ്രോയിഡറി ചെയ്ത തുണി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ആത്മീയ അർത്ഥം നൽകുന്ന ഒരു ആദരണീയമായിട്ടുള്ള കലാസൃഷ്ടിയാണ്. എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പറൻസി ആക്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സീൽ ചെയ്ത എപ്സ്റ്റീൻ ഫയലുകളുടെ ഏറ്റവും പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇമെയിലുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ബിസിനസ്സുകാരനായിട്ടുള്ള അസീദ അൽ അഹമ്മദി 2017 ഫെബ്രുവരി മുതൽ മാർച്ച് വരെ കിസ്ബ ഷിപ്മെന്റ് സംഘടിപ്പിക്കുന്നതിന് അബ്ദുള്ള അൽ മാരി എന്ന വ്യക്തിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നു. സുന്നി ഷിയ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട കുറഞ്ഞത് 10 ലക്ഷം മുസ്ലിങ്ങൾ ആ കറുത്ത കഷ്ണം തുണി തൊട്ടിട്ടുണ്ട് എന്ന് അൽ അഹമ്മദി 2017 മാർച്ച് 22 എപ്സ്റ്റീൻ എഴുതി. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ആദ്യമായി ശിക്ഷിക്കപ്പെട്ടതിന് ഏകദേശം ഒരു പതിറ്റാണ്ടുകൾക്ക് ശേഷം 2019 ജൂലൈയിൽ ലൈംഗിക കടത്ത് എന്ന ഫെഡറൽ കുറ്റത്തിന് വീണ്ടും അറസ്റ്റിലായതിന് 2 വർഷം മുമ്പ് കാബയുടെ ഉള്ളിൽ നിന്നുള്ളതും പുറം കവറിൽ നിന്നുള്ളതും ഉപയോഗിക്കാത്ത മൂന്നാമത്തെ കവറും ഉൾപ്പെടെ തുണികളുടെ ചിത്രങ്ങളും ഹ്രസ്വ വിശദീകരണങ്ങളും അടങ്ങിയ 3 കഷ്ണങ്ങൾ കത്തിടപാടുകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ കലാസൃഷ്ടികൾ എന്ന് തരംതിരിച്ച് ബ്രിട്ടീഷ് എയർവേസ് എയർ കാർഗോ വഴിയാണ് കടത്തിയതെന്ന് ഇമെയിലുകൾ കാണിക്കുന്നു. അങ്ങനെ ഭരണകൂടം അറിയാതെ ഇത് പുറത്തു പോകുമോ? അതും ഇത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന്. എപ്സ്റ്റീൻ കിസ്വയിൽ താല്പര്യം തോന്നിയത് എന്തുകൊണ്ടാണെന്നോ US വെർജിൻ ദ്വീപുകളുടെ തന്റെ സ്വകാര്യ ദ്വീപിൽ എത്തിയപ്പോൾ തുണി കഷ്ണങ്ങൾ അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചുവെന്നോ വ്യക്തമല്ല എന്നാണ് ഇതിൽ ഉള്ളത്. ഞാൻ ഇതിൽ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. സന്തോഷമായല്ലോ. അപ്പോൾ ശരി.